നമ്മുടെ റെയിലി ആ പണ്ടത്തെ ചെറിയ കുട്ടിയൊന്നുമല്ല, 13 വയസ്സുള്ള ഒരു ടീനേജറാണ്. ഇതനുസരിച്ച് അവളുടെ ഇമോഷൻസും വളർന്നു വലുതായിരിക്കുന്നു. ഇന്ന് എല്ലാവരും എന്താണ് ഇത്ര ഹാപ്പി എന്നറിയാമോ? നമ്മുടെ റെയിലിയുടെ ഫേവറേറ്റ് ആയ ഐസ് ഹോക്കിയുടെ സ്കൂൾ മാച്ച് നടക്കാണ്. ഈ അവസരത്തിൽ അവൾ അത്രയും അടിപൊളിയായിരിക്കണമെന്ന് ജോയ്ക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. ആദ്യം നമ്മുടെ റെയിലിക്ക് ഒരു പെനാൽറ്റി കിട്ടിയെങ്കിലും പിന്നീട് ജോയ് അവളെ കൺട്രോൾ ചെയ്ത് ഓക്കെ ആക്കുവാണ്. സങ്കടം മറക്കാനായി ഫാമിലിയെ പറ്റിയുള്ള നല്ല സിറ്റുവേഷൻസ് ഒക്കെ റെയിലിയെ കൊണ്ട് അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റെയിലിക്ക് ഇമാജിനേഷൻ ഐലൻഡ്, ഫ്രണ്ട്ഷിപ്പ് ഐലൻഡ്, അങ്ങനെ ഒത്തിരി ഐലൻഡുകൾ കൂടുതലുണ്ട് കേട്ടോ. കാരണം അവള് വളരുമല്ലേ. പിന്നെ ഉണ്ടല്ലോ, ഈ സ്കൂൾ തുടങ്ങിയ സമയത്ത് സെൽഫ് ഇൻട്രോക്കായി വന്ന ഒരു കുട്ടി എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുമ്പോ എല്ലാവരും അവളെ കളിയാക്കുമ്പോ നമ്മുടെ റെയിലി പോയി അവളെ സമാധാനിപ്പിച്ചു. പിന്നെ മറ്റൊരു കുട്ടിയും അവരുടെ കൂടെ കൂടി. ആ ഒരു അവസരത്തിൽ നമ്മുടെ റെയിലിക്ക് സെൽഫ് റെസ്പെക്ട് വാല്യൂ എന്നൊരു സംഗതി കൂടി ഉണ്ടാവാനായി തുടങ്ങി. അതാണ് നമ്മളിപ്പോ അവിടെ കണ്ടത്. ഇപ്പോ ആ ഒരു കാര്യം എപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കണമെന്നാണ് ജോയുടെ ആവശ്യം. ഇപ്പോ ഈ ഒരു ഹോക്കിയില് നമ്മുടെ റെയിലിയുടെ ടീം വിജയിക്കുമ്പോൾ ആ പരിസരത്തുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് എന്ന കോച്ച് ഇവരെ സമ്മർ ക്യാമ്പിനെ ക്ഷണിക്കുന്നുണ്ട്. ഇതുകൂടി ആയപ്പോ നമ്മുടെ ഇമോഷൻസിന്റെ കാര്യം പറയണ്ടല്ലോ, അവര് വൻ ഹാപ്പി. രാത്രിയായപ്പോ അച്ഛനും അമ്മയും ഇവളോട് വന്ന് സന്തോഷം പങ്കിടുന്ന സമയത്ത് അവൾ ഓക്കെ ആയിരിക്കോ എന്നുള്ള പേടി റെയിലിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അമ്മ അവളെ സമാധാനിപ്പിച്ചു. എന്തായാലും അവൾ ടെൻഷൻ അടിച്ച ഈ മൊമെന്റ് അതവളുടെ ലൈഫിൽ ഇനി വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ജോയ് ആവട്ടെ ആ ഒരു ഒറ്റ മൊമെന്റ് മാത്രം അവിടെ നിന്ന് ഡിലീറ്റിംഗ് മെമ്മറി സെഗ്മെന്റിലേക്ക് അയക്കുകയാണ്. ഇപ്പോ ഇതുപോലെ തന്നെ ജോയ് ഒരുപാട് മെമ്മറീസ് സോർട്ട് ഔട്ട് ചെയ്യാറുണ്ട്. കാരണം ഇവിടെയുള്ള മെമ്മറികൾ എല്ലാം തന്നെ കൂടിച്ചേർന്നാണ് അവൾക്ക് സെൽഫ് വാല്യൂ ഉണ്ടാവുന്നത്. അവളെ പറ്റി എപ്പോഴും അവൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നുണ്ടായതിൽ ഏറ്റവും ബെസ്റ്റായ കോർ മെമ്മറി എടുത്തുകൊണ്ട് ഇവര് മെമ്മറി പൂളിലോട്ട് പോകുന്നുണ്ട്. ആ മെമ്മറി പൂളിൽ അവളുടെ മെമ്മറി ഒഴുക്കുന്നതിലൂടെ അതിലൂടെ ഉണ്ടാവുന്നതാണ് ഈ സെൽഫ് വാല്യൂ. ഇവിടെ നമ്മള് നല്ല മെമ്മറീസ് മാത്രം ഒഴുക്കിയാൽ മാത്രമാണ് അവളെ പറ്റി അവൾക്ക് നല്ലത് മാത്രം തോന്നൂ എന്ന് നമ്മുടെ ജോയ് പറയാറുണ്ട് കേട്ടോ. അന്ന് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ശബ്ദം. എല്ലാവരും എണീറ്റ് നോക്കുമ്പോൾ ദ കൺസോൾ ബോർഡിൽ പ്യൂബർട്ടി എന്ന് എഴുതി വെച്ചേക്കുന്നു. ഇതെന്തോന്ന് സാധനം! പെട്ടെന്നായിരുന്നു ഒരുപാട് പണിക്കാരെല്ലാം വന്ന് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വൃത്തിയാക്കാൻ തുടങ്ങിയത്. എന്താ ഇവിടെ എന്ന് നമ്മുടെ ജോയ് ചോദിക്കുമ്പോൾ റെയിലി വലുതാകുമല്ലേ എന്ന് മാത്രം അവര് പറയുന്നുണ്ട്. പെട്ടെന്ന് റെയിലി എണീക്കുകയാണ്. ഇവരാണെങ്കിൽ പണി അപ്പാടെ അങ്ങനെ തന്നെ ഇട്ട് പോവുകയും ചെയ്തു. ഇമോഷൻസ് എല്ലാം തന്നെ ഒട്ടും തന്നെ വൃത്തിയില്ലാതെ കിടക്കുന്നത് കൊണ്ട് രാവിലെ എണീറ്റ ഉടനെ റെയിലി അമ്മയോട് പോയി ചൂടാവുകയാണ് ചെയ്യുന്നത്. പിന്നീടെല്ലാം സെറ്റായി ചെയ്യുന്നുണ്ട്. നമ്മുടെ റെയിലിക്ക് ഇന്നാണ് സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വേഗം കുളിച്ച് മാറ്റി ബ്രീ ഗ്രേസ് എന്ന അവളുടെ ഫ്രണ്ട്സിനെയും പിക്ക് ചെയ്ത് അച്ഛന്റെയും അമ്മയുടെയും കാറില് ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ നിന്ന് ബ്രീയും ഗ്രേസും ഇവളോട് എന്തോ ഒളിപ്പിച്ചു വെക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ ഡിസ്ഗസ്റ്റ്, അതായത് ആ ഇമോഷൻ കണ്ടെത്തുന്നുണ്ട്. ആദ്യം അവർ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചത് എന്താണെന്നുള്ളത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് അവരുടെ ഇമോഷൻസും കരുതുന്നുണ്ട്. പിന്നീട് അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അവര് ഈ ഇയർ കഴിഞ്ഞാല് അടുത്ത ഇയർ പുതിയ സ്കൂളിലോട്ട് മാറുകയാണത്രേ. റെയിലിക്ക് സങ്കടം വന്നു. ഈ ഒരു സന്ദർഭത്തിൽ തന്നെയായിരുന്നു സമ്മർ ക്യാമ്പിന്റെ സ്ഥലത്തെത്തിയത്. അച്ഛനോടും അമ്മയോടും കൂടി യാത്ര പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു. അവള് കരയാനായി തുടങ്ങി. അങ്ങനെ ബ്രീഡേയും ഗ്രേസിന്റെയും അടുത്ത് എത്തുന്നതിന് മുൻപായിട്ട് ആ സ്ഥലത്തുള്ള ഏറ്റവും ബെസ്റ്റായ ഹോക്കി പ്ലെയർ ആയ വാലിനെ അവള് കണ്ടുമുട്ടാണ്. വാലിനെ കണ്ടുമുട്ടുമ്പോൾ അവള് വളരെ വിചിത്രമായി പെരുമാറുന്നുണ്ടായിരുന്നു. ഇതെന്തായി സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഇമോഷൻസ് നോക്കുമ്പോൾ ദേ വന്നിരിക്കുന്നു വേറെ 4 ഇമോഷൻസ്: ആൻസൈറ്റി, എൻവി, എന്യൂ, എംബാരസ്മെന്റ്. ആൻസൈറ്റിയെ പറ്റി പറയണ്ടല്ലോ. എൻവി എന്ന് പറഞ്ഞ അസൂയ, എന്യൂ എന്ന് പറഞ്ഞ ഭയങ്കര ബോറടിക്കുന്ന താല്പര്യമില്ലാത്തൊരവസ്ഥ, എംബാരസ്മെന്റ് ആണെങ്കിൽ നാണക്കേട്. ഈ 4 ഇമോഷൻസിനെയും നമ്മുടെ ജോയ് സ്വാഗതം ചെയ്യുന്നുണ്ട്. ജോയെ ഓൾറെഡി നമ്മുടെ ആൻസൈറ്റിക്ക് അറിയാമായിരുന്നു എന്നാണ് അത് പറയുന്നത്. അങ്ങനെ ആൻസൈറ്റി പറയാണ്, അതെ, ബ്രീഡേയും ഗ്രേസിന്റെയും കൂടെ പോണ്ട, പകരം വാലിന്റെ കൂടെ പോവാം. അവള് നല്ലൊരു ഹോക്കി പ്ലെയർ അല്ലേ. ബ്രിയയും ഗ്രേസും എന്നോട് പറയാതെയല്ലേ ഇപ്പൊ പുതിയൊരു സ്കൂളിലോട്ട് മാറാൻ തുടങ്ങിയത്. അതുകൊണ്ട് നമ്മുടെ റെയിലിക്ക് ഇപ്പൊ പുതിയതായി ഫ്രണ്ട്സിനെ വേണം. അതുകൊണ്ട് വാലിന്റെ കൂടെ അവള് പൊക്കോട്ടെ എന്ന് ആൻസൈറ്റി നിർബന്ധം പിടിക്കുകയാണ്. ജോയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പതിയെ ജോയെ ആ ലീഡർഷിപ്പ് സ്ഥാനത്ത് നിന്ന് ആൻസൈറ്റി മാറ്റി നിർത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ റെയിലിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടണം, അത് വാലായിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്.
അങ്ങനെ റെയിലിയെ ഇപ്പോൾ വാലിന്റെ പിറകെ ഇവര് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജോയ് കൺട്രോൾ ഏറ്റെടുത്ത് ബ്രീയുടെയും ഗ്രേസിന്റെയും അടുത്തേക്ക് അവളെ എത്തിച്ചു. പക്ഷെ ഇവര് മൂന്നുപേര് സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട് കോച്ച് ഇവരെ വഴക്ക് പറയുമ്പോൾ, നീ കൺട്രോൾ ചെയ്തത് കൊണ്ടല്ലേ റെയിലിക്ക് ഇപ്പോൾ വഴക്ക് കിട്ടിയത്, അതുകൊണ്ട് ഇനി ഞാൻ കൺട്രോൾ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് അവിടെയുള്ള അവളുടെ മോശം സിറ്റുവേഷൻസ് എല്ലാം തന്നെ ഈ ആൻസൈറ്റി സേവ് ചെയ്ത് വെക്കാനായിട്ട് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ റെയിലി ഇപ്പോ ഹോക്കി ഗ്രൗണ്ടിലേക്ക് ചുമ്മാ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആ സമയത്തൊക്കെ തന്നെ അവൾക്ക് ബ്രീയുടെയും ഗ്രേസിന്റെയും കൂടെ അവൾ പോകുന്നില്ലല്ലോ എന്നുള്ള സങ്കടം വരുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ വാലിനെ പരിചയപ്പെട്ടതിന്റെ സന്തോഷവും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആൻസൈറ്റി പറഞ്ഞു, കണ്ടില്ലേ റെയിലി ഇപ്പോ എന്റെ കൺട്രോളിൽ ഓക്കെ ആണെന്ന്. ഇപ്പൊ ഒരു ചെറിയൊരു മാച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെ ഏതൊക്കെ ടീമിലേക്ക് പോകണമെന്ന് അവരവർക്ക് തീരുമാനിക്കാം. നമ്മുടെ ആൻസൈറ്റി റെയിലിയെ കൺട്രോൾ ചെയ്തിട്ട് വാലിന്റെ ടീമിലേക്ക് അവള് പോവാനായി വെക്കുകയാണ്. അപ്പൊ ഇത് കാണുന്ന ജോയ്ക്ക് സങ്കടം വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവളുടെ ഏറ്റവും മോശപ്പെട്ട മെമ്മറി സേവ് ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ ജോയ്, ആങ്കർ, ഫിയർ, സാഡ്, ഡിസ്ഗസ്റ്റ് എന്ന ഈ 5 ഇമോഷൻസിനെയും ഈ ആൻസൈറ്റി ആണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്യാണ്. അതായത് ഈ ഇപ്പോൾ 5 ഇമോഷൻസും നമ്മുടെ റെയിലിയുടെ മൈൻഡിലില്ല. പകരം ആൻസൈറ്റി, എൻവിയോ, എംബാരസ്മെന്റ്, ഈ 4 ഇമോഷൻസ് ആണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡിലീറ്റിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ റെയിൽ പണ്ടെങ്ങോ കണ്ടു മറന്നിട്ടുണ്ടായിരുന്ന ഒരു കാർട്ടൂൺ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ ഡോറയെ പോലെ. നിങ്ങളിത് കാണുന്നുണ്ടോ കൂട്ടുകാരെ എന്നത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേ വീഡിയോ പ്ലെയറിലെ ക്യാരക്ടർ ഡിസ്കസ്റ്റ് പറയുവാണ്, റെയിലിക്ക് പണ്ട് ഇവനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന്. ഇവരോട് നമ്മുടെ ഇമോഷൻസ് ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് കടത്തിക്കാമോ, ഈ ജാർ ഒന്ന് കുത്തി പൊട്ടിക്കാമോ എന്ന്. അപ്പോഴാണ് റെയിലിയുടെ ഡാർക്ക് സീക്രട്ട് അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവര് ഈ ഇമോഷൻസിനോട് പറയുന്നത്. ആ ഡാർക്ക് സീക്രട്ട് വന്ന് ഇവരെ രക്ഷപ്പെടുത്തി. പിന്നെ നമ്മുടെ ബേജിയുടെ ബാക്ക് പാക്കിൽ നിന്ന് ഒരു പടക്കം എടുത്ത് പൊട്ടിച്ച് അവരിവിടെ നിന്ന് വെളിയിലോട്ട് കടക്കുകയും ചെയ്യുന്നുണ്ട്. ഡാർക്ക് സീക്രട്ട് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ഇമോഷൻസ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവാണ്. എങ്ങനെ നമ്മുടെ റെയിലിയുടെ കൺട്രോള് നമ്മൾ ഏറ്റെടുക്കും എന്നതില് ജോയ്ക്ക് ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല. എന്തായാലും ആൻസൈറ്റി അവിടെ നിന്ന് പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്ന ആ സെൽഫ് വാല്യൂ അത് നമ്മൾ തിരിച്ചെടുക്കണം. അത് ആ മെമ്മറി പൂളിൽ നിന്ന് ഡിലീറ്റിംഗ് മെമ്മറി സെഗ്മെന്റിലേക്കാണ് പോയിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സാഡ് പറയുന്നുണ്ട്, നമ്മളെ കൊണ്ട് അത് സാധിക്കുമെന്ന്. പിന്നെ നമ്മളെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് സാധിക്കാനാ? ഈ സമയം റെയിലി നമ്മുടെ ആൻസൈറ്റിയുടെ കൺട്രോളില് ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തില് ഈ ഹോക്കിയെ പറ്റി ABCD അറിയാത്ത ആൻസൈറ്റിയാണ് അവളെ കൺട്രോൾ ചെയ്യുന്നത് എന്നോർക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരുന്നുണ്ടല്ലേ. എന്തായാലും റെയിലി കുറച്ചധികം ഇമോഷൻസ് വെച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഔട്ട്പുട്ടില് അവൾ അത്ര ഓക്കെ ആയിരുന്നില്ല. ഇതേപ്പറ്റി മനസ്സിലാക്കിയ ജോയും, ആങ്കറും, ഫിയറും, സാഡും, ഡിസ്കസ്റ്റും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ സാഡ് പറഞ്ഞു, നമ്മളെല്ലാവരും ഡിലീറ്റിംഗ് മെമ്മറി സെഗ്മെന്റിലേക്ക് പോയി സെൽഫ് വാല്യൂ എടുക്കുന്നതിന് പകരം ആരെങ്കിലും ഇവിടെ നിന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകണം. ജോയ് സെലക്ട് ചെയ്യുന്നത് സാഡിനെ തന്നെയാണ്. ഈ ഒരു വാൾവ് വഴി നീ വളഞ്ഞ് അങ്ങോട്ട് കയറണം എന്നെല്ലാം അവള് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയം ആൻസൈറ്റി ആവട്ടെ നമ്മുടെ റെയിലിക്ക് ഉണ്ടാവുന്ന ബാഡ് മെമ്മറീസ്, അതായത് അവൾക്ക് വിയേർഡായി തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ സേവ് ചെയ്ത് അത് മെമ്മറി പൂളിൽ കൊണ്ടുപോയിട്ട് വെച്ച് അവൾക്ക് അത് മുഖേന ഒരു സെൽഫ് വാല്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇത്രയും നാള് അവളുടെ സെൽഫ് വാല്യൂ ആയിട്ട് ഉണ്ടായിരുന്ന കാര്യം അവൾ നല്ല കുട്ടിയാണ് എന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ അവളുടെ മോശം മെമ്മറീസ് വെച്ചാണ് അങ്ങനെ ഒരു സെൽഫ് വാല്യൂ ഈ ആൻസൈറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അത് ഏത് തരത്തിൽ ഔട്ട്പുട്ട് വരുമെന്ന് നമുക്ക് ചിന്തിക്കാലോ. റെയിലി ആണെങ്കിൽ ആൻസൈറ്റിയുടെ കൺട്രോളില് ബാക്കിയുള്ളവരെ പോലെ ആക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജോയും, ആങ്കറും, ഫിയറും, ഡിസ്കസ്റ്റും കൂടി യാത്രയിലാണ്. ഇപ്പൊ വാൽ കൂട്ടരും കൂടി നമ്മുടെ റെയിലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളിൽ പുതിയൊരു ഇമോഷൻ വരുന്നു. മറ്റൊന്നുമല്ല, എനോയ് എന്നുള്ള സർക്കാസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻ. എല്ലാവരെയും ഒട്ടും താല്പര്യമില്ലാത്ത മട്ടില് അവള് വലിയ ആളാണെന്ന് ചമഞ്ഞിട്ടുള്ള ഒരുമാതിരി ഇമോഷൻ. അത് അവള് ലൈഫിൽ ആദ്യമായി യൂസ് ചെയ്യുന്ന സമയത്ത് അവളുടെ മൈൻഡിലൊരു സർക്കാസം ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന നമ്മുടെ ജോയ്ക്കും കൂട്ടർക്കും ആകെ പേടിയാകുവാണ്. ഈ റെയിലിയെ എന്താണ് ഈ ആൻസൈറ്റി കാട്ടിക്കൊണ്ടിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് അവളുടെ മൈൻഡിലോട്ട് എത്തണമെന്ന്. റെയിലിയുടെ ഫ്രണ്ട്സിനെ പോലും ഇപ്പൊ അവൾക്ക് ഒരു വിലയില്ല കേട്ടോ. നമ്മുടെ ബ്രെയിൻ ഗ്രേസ് അവളോട് സംസാരിക്കാൻ വരുമ്പോൾ വാലിനോടും ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കാനാണ് റെയിലി കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. വാലും കൂട്ടിനും ഇവൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു. ഇവരുടെ കോച്ച് ഒരു ഡയറി എഴുതുന്നുണ്ട്. ആ ഡയറിയിൽ ആരൊക്കെയാണ് ആ കോച്ചിന്റെ ടീമിൽ അവസാനമായിട്ട് ഉണ്ടായിരിക്കാൻ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ.
ഇപ്പൊ ജോയിയെ ബാക്കി ഇമോഷൻസ് എല്ലാം കുറ്റപ്പെടുത്താണ്. നീ ഇത്രയും നാൾ കൺട്രോൾ ചെയ്തല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന്, അത് എല്ലാം എന്റെ തെറ്റാ എന്ന് പറഞ്ഞ് ജോയ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ എല്ലാവരും അവളെ സമാധാനിപ്പിച്ചു. അങ്ങനല്ല, എല്ലാവർക്കും തെറ്റുപറ്റും എന്നും കരുതി ഒരിക്കലും തെറ്റില്ലാത്ത ലൈഫ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ, ഈ തെറ്റ് നമ്മൾ തിരുത്തു എന്നവർ പറയുന്നു. അങ്ങനെ അവർ ഡിലീറ്റിംഗ് മെമ്മറി സെഗ്മെന്റിലേക്കുള്ള പോക്കിലാണ്. ഈ സമയത്ത് നമ്മുടെ ആൻസൈറ്റി ആണെങ്കിൽ, ആൻസൈറ്റി എന്ന് പറഞ്ഞറിയാലോ, എന്ത് ചെയ്യും അങ്ങനെ ഒരു വെപ്രാളം പിടിച്ച അവസ്ഥയാണ്. ഇനി നമ്മുടെ റെയിലെ കൊണ്ട് ഇന്ന് ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു വെപ്രാളത്തിലായിരുന്നു ആൻസൈറ്റി ഉണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് എംബാരസ്മെന്റ് അവിടേക്ക് വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാഡിനെ കണ്ടുമുട്ടിയെങ്കിലും അവനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഇമോഷൻസ് എല്ലാം കൂടെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ റെയിലിയുടെ ഇമാജിനേഷൻ എന്ന ഐലൻഡിലേക്കാണ്. രാത്രി ഉറങ്ങാൻ കൂടി വിടാതെ നമ്മുടെ റെയിലിയെ കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ ആൻസൈറ്റി ചിന്തിപ്പിക്കുന്നുണ്ടെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ജോയ്ക്കും കൂട്ടർക്കും മനസ്സിലായത്. അങ്ങനെ ജോയ് അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുന്ന എല്ലാവരോടും പറഞ്ഞു അവളെ പറ്റി നല്ല കാര്യങ്ങൾ അവളെ ചിന്തിപ്പിച്ച് അവളെ ഉറങ്ങാൻ വിടുമെന്ന്. എന്നാൽ ആൻസൈറ്റി അത് സമ്മതിക്കുന്നില്ല. ജോയ് അവിടെയുള്ള പണിക്കാരോട് പറയാണ്, ഞാൻ പറയുന്നത് കേൾക്കൂ, നമ്മുടെ റെയിലി നല്ലപോലെ ഇരിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും അവളെ പറ്റി മോശമായ ചിന്തകൾ അവളിൽ ഉണ്ടാക്കിക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുത്തെ പണി നിർത്തി റെയിലിയെ ഉറങ്ങാനായി ജോയ് വിടുന്നുണ്ടെങ്കിലും ആൻസൈറ്റി പിന്നീടും നമ്മുടെ റെയിലിയിൽ ഒരു കാര്യം ഉണ്ടാക്കി. ആ നോട്ട്ബുക്ക്, ആ ഡയറി, മിസ്സിന്റെ ആ ഡയറി നോക്കിക്കഴിഞ്ഞാൽ റെയിലി ഇനി അവരുടെ ടീമിൽ ഉണ്ടാകും എന്നുള്ളത് അറിയാൻ പറ്റും. അതുകൊണ്ട് റെയിലി എണീക്ക് പോയി ആ ഡയറി നീ നോക്ക് എന്നുള്ള ചിന്ത അവളിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഈ സമയത്ത് നമ്മുടെ ജോയും ആങ്കറും ഫിയറും ഡിസ്കസ്റ്റും കൂടി ഇപ്പോ ആ ഒരു ഡിലീറ്റിംഗ് മെമ്മറി പൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു ബലൂണ് തൂക്കി പിടിച്ചിട്ട്, കരിയർ ബലൂണ്, അവൾ എന്തായി തീരണമെന്ന് അവളുടെ ആഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു ബലൂണ്. ഇതേ സമയം റെയിലി ആൻസൈറ്റിയുടെ കൺട്രോളിലാവട്ടെ ആരും കാണാതെ പമ്മി കോച്ചിന്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല. പക്ഷേ ആൻസൈറ്റി അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്ത് നമ്മുടെ സാഡാവട്ടെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്, റെയിലി ഒരിക്കലും നീ അങ്ങനെ ചെയ്യല്ലേ എന്ന്. ഇക്കാര്യം നമ്മുടെ ആൻസൈറ്റിക്ക് മനസ്സിലായി മറ്റേതോ ഇമോഷൻ ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ ആൻസൈറ്റി പോയിട്ട് സാഡിനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് റെയിലി ആവട്ടെ ആ ബുക്ക് തുറന്നു. അവള് ആ ഒരു ഗ്രൂപ്പില് പേരില്ല. കോച്ചിന് അവൾ അത്ര ഇംപ്രസ്ഡ് ആയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി വിഷമിക്കുകയാണ്. അങ്ങനെ അവൾ കൂടുതൽ എന്ത് ചെയ്യും എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ ബ്രെയിൻ സ്റ്റോം ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ബ്രെയിൻ സ്റ്റോമില് നമ്മുടെ ജോയും കൂട്ടരും കുടുങ്ങുന്നുണ്ട്. അങ്ങനെ അവർ പറന്നു വന്നിരുന്ന ബലൂണിൽ നിന്ന് അവർ നേരെ താഴോട്ട് വീഴാണ്, നേരെ സർക്കാസം ഗ്യാപ്പിലേക്ക്. ഇവിടെ നിന്ന് ഇനി പോവേണ്ടത് ഡിലീറ്റിംഗ് മെമ്മറി പൂളിലേക്കാണ്. റെയിലി എന്തായാലും ഈ ഡയറിയിലെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. എന്തായാലും ാലിന്റെയും ഗ്രൂപ്പിന്റെയും കൂടെ കൂടി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഗ്രൂപ്പിൽ കയറി പറ്റാം എന്നുള്ള ചിന്തയിൽ വീണ്ടും റെയിലി അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സമയത്തേക്ക് നമ്മുടെ പിള്ളേരാവട്ടെ ഡിലീറ്റിംഗ് മെമ്മറി പൂളിലേക്ക് വന്ന് അവിടെ നിന്ന് പണ്ടത്തെ ആ സെൽഫ് വാല്യൂ കണ്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ആൻസൈറ്റി അവൾ ഉണ്ടാക്കിയിട്ടുള്ള ഒത്തിരി ഇമോഷൻസ് എല്ലാം വെച്ച് പുതിയൊരു സെൽഫ് വാല്യൂ റെയിലിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ള കാര്യം. നമ്മുടെ റെയിലിയുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നു, ഇല്ല ഞാൻ ഒന്നിനും കൊള്ളില്ല. അവൾ ഇത് ഓരോ തവണ ചിന്തിക്കുമ്പോഴും അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ജോയ്ക്കും കൂട്ടർക്കും ഇതേപ്പറ്റി ഏകദേശം വ്യക്തമായി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ പറ്റൂ. പക്ഷേ ഈ ഒരു സർക്കാസം ഗ്യാപ്പിൽ വീണ് കിടക്കാണ് നമ്മള്. ഇവിടെ ഈ ഡിലീറ്റിംഗ് മെമ്മറി സെഗ്മെന്റിൽ ഓരോ മെമ്മറി വെച്ച് നോക്കുമ്പോഴും ജോയ്ക്ക് അവളും പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവാണ്. കാരണം ഒരാളുടെ ലൈഫിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു എന്നത് ഓർമ്മിച്ചിരിക്കാൻ പാടില്ല. അവരുടെ ലൈഫ് അവരെ പഠിപ്പിച്ച പാഠങ്ങൾ അവരെ ഓർമ്മിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അതുകൂടി നമ്മുടെ ജോയ് ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ട് കളയുന്നുണ്ടായിരുന്നു പണ്ടെല്ലാം. പക്ഷെ അത് തെറ്റായിരുന്നു എന്ന് ജോയ്ക്ക് മനസ്സിലായി. എന്തായാലും പണ്ടത്തെ അവളുടെ സെൽഫ് വാല്യൂ കയ്യിലെടുത്ത് അവിടേക്ക് നമ്മുടെ ബാക്ക് പാക്ക് വിളിച്ചു വരുത്തി ഒരുപാട് അമിട്ടെല്ലാം പൊട്ടിച്ച് ആ ഒരു മെമ്മറി പൂളിൽ ഒരു സുനാമി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പിള്ളേര്. ഈ സമയത്ത് ആൻസൈറ്റിയുടെ കൺട്രോളില് റെയിലി ഇപ്പോ ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാച്ചിൽ അവൾ ഒത്തിരി അഗ്രസീവായിട്ട് പെരുമാറുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അവൾക്ക് ജയിക്കണം എന്നുള്ള പോലെ. ഇവിടെ നമ്മുടെ ജോയും പിള്ളേരും ആവട്ടെ ആ സുനാമിയിൽ പെട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. ഇതൊക്കെ തന്നെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റെയിലി ആൻസൈറ്റിയുടെ കൺട്രോളില് ഇപ്പൊ ഒരു ഫൗള് കളിച്ചു, അതും നമ്മുടെ ഗ്രേസിനെ ഉപദ്രവിച്ചിട്ട് അവൾക്ക് സങ്കടം വരാൻ തുടങ്ങി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ.
ഇപ്പൊ നമ്മുടെ പിള്ളേരാവട്ടെ മെമ്മറി പൂളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ റെയിലി ഒട്ടും ഓക്കെ അല്ല. കാരണം അവൾക്ക് പുതിയൊരു സെൽഫ് വാല്യൂ വന്നിട്ടുണ്ടല്ലോ, അവൾ ഒട്ടും കൊള്ളത്തില്ല എന്നുള്ളത്. അതുകൂടാതെ ആൻസൈറ്റി ഇവളെ കൺട്രോൾ ചെയ്ത് ശരിക്ക് ആൻസൈറ്റി തന്നെ പാരലൈസ് ആയി പോയ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജോയ് അവിടെ എത്തുമ്പോൾ കാണുന്നത്. എന്തായാലും ആൻസൈറ്റിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ജോയ് ആവട്ടെ ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുള്ള ഒരു ഇതിലാണ്. എന്തായാലും ഇപ്പോ അവിടെയുള്ള സെൽഫ് വാല്യൂവും ഇവരാദ്യം ക്രിയേറ്റ് ചെയ്ത സെൽഫ് വാല്യൂവും ഒന്നും ശരിയല്ല. എല്ലാ ഇമോഷൻസും ഒന്നു ചേർന്ന് ഒരു മനുഷ്യൻ ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഒരു സെൽഫ് വാല്യൂ നമ്മുടെ റെയിലിക്ക് ഉണ്ടാവാൻ വേണ്ടി ഇവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ റെയിലിക്ക് ഇപ്പൊ സത്യം പറഞ്ഞ എല്ലാ ചിന്തകളും കുമിഞ്ഞുകൂടി ഒരു പാനിക് അറ്റാക്ക് വന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ഇമോഷൻസും ഒത്തുചേർന്നിരുന്ന് അങ്ങനെ ഒരു സെൽഫ് വാല്യൂ, അതായത് സന്തോഷം, സങ്കടം, പേടി, ഭയം, വെറുപ്പ്, ദുഃഖം, ആൻസൈറ്റി, അസൂയ, താല്പര്യക്കുറവ്, നാണക്കേട് എല്ലാം ചേർന്നിട്ടുള്ള അവളായിട്ട് നമ്മുടെ റെയിലി മാറിയിരിക്കുകയാണ്. ആ ഒരു ഇമോഷനില് ഫ്രണ്ട്സിനോട് മാപ്പ് പറയാനൊന്നും റെയിലിക്ക് ഒരു നാണക്കേടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ബ്രിയും ഗ്രേസും ആയിട്ടുള്ള അവളുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും അവള് മെയിൻറ്റെയിൻ ചെയ്തു. നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങി. ഈ ഹോക്കിയിൽ നമ്മുടെ ജോയ് അവളെ കൺട്രോൾ ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹമെന്ന് മനസ്സിലാക്കിയ ജോയ് നമ്മുടെ റെയിലിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ഐസ് ഹോക്കിയിൽ നല്ല സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ റെയിലി കളിക്കാനായി തുടങ്ങി. ഇത് അവളുടെ ലൈഫിൽ തന്നെ അവൾക്ക് മറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി വന്നു. സത്യത്തിൽ അങ്ങനെ തന്നെ ആണല്ലേ ഒരു മനുഷ്യന്റെ ജീവിതവും വേണ്ടത്. എല്ലായ്പ്പോഴും സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കാനായിട്ട് നമ്മൾ പാടില്ല. ഇപ്പോൾ എല്ലാ ഇമോഷൻസും കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആ കൺട്രോളിംഗ് ടേബിള് ഇപ്പോൾ ആരുടെയും സ്വന്തമല്ല, എല്ലാവർക്കും കൂടിയുള്ളതാണ്. ഓരോ അവസരത്തിലും റീലിക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് അവര് ഇമോഷൻസ് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ റീലിയും ഹാപ്പി, എല്ലാവരും ഹാപ്പി. സോ ഈ ഒരു മൂവി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി നാളായിട്ട് കൂട്ടുകാര് ആവശ്യപ്പെട്ടിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്, ഇൻസൈഡ് ഔട്ട് 2. ഇപ്പോഴാണ് നമുക്ക് നല്ലൊരു ഫയൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഈ സിനിമ ഒട്ടും തന്നെ നമ്മളെ ബോറടിപ്പിക്കില്ല എന്നുള്ളത്. ഇൻസൈഡ് ഔട്ടിന്റെ ഫസ്റ്റ് മൂവി കണ്ടവർക്കറിയാം, നമ്മുടെ മനുഷ്യ മനസ്സിനെ വെച്ചാണ് ഇവര് ഈ കഥ പറഞ്ഞുണ്ടാക്കുന്നത്. സത്യത്തില് നമ്മുടെ ടീനേജ് എന്ന് പറയുന്ന ആ ഒരു പ്രായത്തില് നമുക്ക് സന്തോഷം, സങ്കടം, പേടി, ദുഃഖം, വെറുപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ദേഷ്യം മാത്രമല്ല കേട്ടോ വരിക. അതിന് പുറമെ ആയിട്ട് ആൻസൈറ്റി, അതായത് ആശങ്ക, ഇനി എന്താകും എന്നുള്ള ആ ഒരു ടെൻഷൻ, അതാണ് ആൻസൈറ്റി. എൻവി എന്ന് പറയുന്നത് അസൂയ, മറ്റുള്ളവരെ നോക്കിയിട്ട് ഓ അവർക്കതുണ്ട് എനിക്കതില്ല, അങ്ങനെ നമ്മൾ അസൂയപ്പെടാനായിട്ട് തുടങ്ങും. എൻയു ഒരു താല്പര്യക്കുറവ്, ഒന്നിനും ഒരു താല്പര്യമില്ല, എപ്പോഴും ചുമ്മാ ഇരിക്കണം, അങ്ങനത്തെ ഒരു വികാരം. പിന്നെ എംബാരസ്മെന്റ്, നാണക്കേട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമോഷൻസ് എല്ലാം കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ ഒട്ടും തന്നെ യൂസ് ചെയ്യാത്ത, നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ലാത്ത അങ്ങനത്തെ ഇമോഷൻസിന്റെ കടന്നുവരവ്, അതിനെയാണ് നമ്മൾ പ്യൂബർട്ടി അല്ലെങ്കിൽ ടീനേജ് എന്നുള്ള ഒരു അഡോളസെന്റ് പീരീഡ് എന്നൊക്കെ പറയുന്നത്. സോ ഈ പ്രായത്തിലുള്ള ഒത്തിരി കൂട്ടുകാര് നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുണ്ടെന്ന് എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒട്ടും തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിൽ നടക്കേണ്ടത്. സോ ആ സമയത്തെല്ലാം നമ്മളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ പറയുന്ന, നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികളാണ് പിന്നീടുള്ള നമ്മുടെ ലൈഫിനെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്ത് നമുക്ക് നല്ലൊരു സെൽഫ് വാല്യൂ ഉണ്ടാക്കിയെടുക്കണം. ടീനേജ് കഴിയുമ്പോഴേക്ക് ഞാൻ ഇങ്ങനാണ് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം. എല്ലായ്പ്പോഴും എല്ലാവരും നല്ലതായിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഫോൾട്ടുകൾ കാണും. കാരണം തെറ്റും ശരിയും കൂടിയത് തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കാനും അത് തിരുത്താനുമുള്ള മനസ്സ് നമുക്ക് വേണം. നമ്മുടെ ശരികളെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ വേണം. അപ്പൊ നല്ലൊരു മൂവിയല്ലേ കൂട്ടുകാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മൂവീസ് എന്തൊക്കെയാണെന്നുള്ളത് കമന്റ്സ് ആയിട്ട് പറയാം. ഇത് കൂടാതെ നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂട്ടുകാർക്ക് അറിയാമായിരിക്കുമല്ലോ. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇതുവരെയും എല്ലാവരും ഓക്കെ അല്ലേ? നിങ്ങൾ കമന്റ്സ് ആയിട്ട് പറയാ. നിങ്ങളിപ്പോ മഴ പെയ്യുന്നുണ്ട്, പുറത്ത് നല്ല രസമാണെന്നൊക്കെ കരുതി ചുമ്മാ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കരുത് കേട്ടോ. നമ്മളിപ്പോ കാണുന്നതും കേൾക്കുന്നതും ഒന്നും തന്നെ നമ്മൾ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളേ അല്ല. നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ ഇവിടെ നടന്നു പോകുന്നുണ്ടെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ഒരു കാഴ്ചക്കാരെ പോലെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക, അത്ര മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. എന്ത് പറയാനായിട്ടല്ലേ?
നമ്മൾ പ്രകൃതിയോട് ചെയ്തതിന് പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്ന സമ്മാനം പോലെ നമുക്കിതെല്ലാം ഏറ്റുവാങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. ഇനിയെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി ജീവിക്കുക എന്നല്ലാതെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒന്നും തന്നെ പറയാനില്ല. എന്തായാലും എല്ലാ കൂട്ടുകാരും സേഫായി തന്നെ ഇരിക്കാട്ടോ. മഴ കാണാനോ വെള്ളത്തിൽ കളിക്കാനോ പുഴ കാണാനോ ഒന്നും നിങ്ങൾ വെളിയിൽ ഇറങ്ങാനേ നിൽക്കണ്ട. എന്താ എങ്ങനാ എപ്പോഴാ നടക്കുന്നതെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. അതേ നമുക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടുകാരുടെ വിശേഷങ്ങള്, നാട്ടിലെ വിവരങ്ങള്, മഴയൊക്കെ മാറിയോ, നിങ്ങളെല്ലാവരും ഓക്കെ ആണോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമന്റ്സ് ആയിട്ട് പറയാട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കൂട്ടുകാരുടെ മൂവി സജഷൻസ് പറയാട്ടോ. എന്തായാലും ഓണം വെക്കേഷന്റെ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്ന മിക്ക മൂവീസും വന്നിട്ടുള്ളതല്ലെങ്കിൽ, അതായത് ഫയലുകൾ അവൈലബിൾ അല്ലെങ്കിൽ ഓണത്തിന്റെ സമയമൊക്കെ ആകുമ്പോഴേക്ക് ഫയൽസ് വരുമ്പോൾ നമുക്ക് ഓണത്തിന് എല്ലാം തന്നെ നല്ല അടിപൊളി മൂവീസ് ഇടാലോ. അപ്പൊ കൂട്ടുകാരുടെ മൂവി സജഷൻസ് കമന്റ്സ് ആയിട്ട് പറയാട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.